students, yesterday we studied 5 important cases of computing annual value of a let out house property, and today we are going to discuss the computation of annual value of self-occupied house and house deemed to be let out. Okay, നമുക്ക് ആദ്യം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് എന്താണെന്നും അതിൻ്റെ ആനുവൽ വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നും നോക്കാം. സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് മീൻസ് ഹൗസ് യൂസ്ഡ് ഫോർ ഓൺ റെസിഡൻഷ്യൽ പർപ്പസസ് ഓഫ് ദി അസസി. With effect from the previous year 2019-20, the assessee can avail the benefit of 2 self-occupied houses. എന്താണ് ഈ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the gross annual value of self-occupied house is nil. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം കാണുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. ആനുവൽ വാല്യൂ വെച്ചാണ്, ആനുവൽ വാല്യൂവിൽ നിന്നാണ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രോസ് ആനുവൽ വാല്യൂ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെത് നില്ലായിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, അതാണ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. 2019-20 പ്രീവിയസ് ഇയറിൽ, അതായത് നിലവിലുള്ള പ്രീവിയസ് ഇയറുമായി ബന്ധപ്പെട്ട് 2 സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ്, 2 വീടുകൾ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് ആയിട്ട് കണക്കാക്കി ആ ബെനിഫിറ്റ് അസസിക്ക് ഉപയോഗപ്പെടുത്താം. എന്നാൽ നേരത്തെ തൊട്ട് മുൻപുള്ള വർഷം വരെ ഏതെങ്കിലും ഒരു ഹൗസ് മാത്രം, ഒന്നിൽ കൂടുതൽ ഹൗസ് ഉണ്ടെങ്കിൽ ഒരു ഹൗസ് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് കണക്കാക്കുകയും ബാക്കിയുള്ളതെല്ലാം വാടകയ്ക്ക് കൊടുത്തിട്ടില്ലെങ്കിലും വാടകയ്ക്ക് കൊടുക്കുന്നതായി കണക്കാക്കി ടാക്സേഷന് വിധേയമാകും. ഓക്കെ, അതാണ് ഈ 2019-20 പ്രീവിയസ് ഇയറിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണത്. 2 വീടുകൾ സെൽഫ് ഓക്യുപ്പൈഡ് ആണ് എന്ന് കണക്കാക്കാം അസസിക്ക്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ 2 വീടുകളുടെയും ഗ്രോസ് ആനുവൽ വാല്യൂ 0 ആയിട്ട് കണക്കാക്കും. Okay, the assessee cannot make deduction in respect of municipal taxes from the gross annual value of self-occupied house, and therefore the net annual value of self-occupied house will be 0. അതായത് ഗ്രോസ് ആനുവൽ വാല്യൂ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് തന്നെ മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡിഡക്റ്റ് ചെയ്ത് മൈനസ് വാല്യൂ ആക്കാൻ പാടില്ല. അതായത് നെറ്റ് ആനുവൽ വാല്യൂ, സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെ നെറ്റ് ആനുവൽ വാല്യൂ നില്ലാണ്. നെറ്റ് ആനുവൽ വാല്യൂ നില്ലായിട്ട് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, വെൻ എ ഹൗസ് ഈസ് സെൽഫ് ഓക്യുപ്പൈഡ് ഫോർ എ പാർട്ട് ഓഫ് ദി ഇയർ ആൻഡ് ലെറ്റ് ഔട്ട് ഫോർ ദി റിമൈനിങ് പാർട്ട്, ആനുവൽ വാല്യൂ ഫോർ ദി ഹോൾ ഇയർ ഈസ് ടാക്സബിൾ. ഒരു സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഇയറിൽ ഒരു നിശ്ചിത കാലം സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടി ഒരു വീട് ഉപയോഗിച്ചു, അതിനുശേഷം അത് ലെറ്റ് ഔട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വർഷം മുഴുവനായിട്ടും അത് ലെറ്റ് ഔട്ട് ചെയ്തു എന്ന് കണക്കാക്കിക്കൊണ്ട് ടാക്സബിൾ ആകും. ക്ലിയർ? When a part of a house property is self-occupied and the remaining part is let out, annual value of the self-occupied portion and the let out portion are separately computed. ഒരു വീടിൻ്റെ തന്നെ ഒരു നിശ്ചിത ഭാഗം സ്വന്തം ആവശ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടിയിട്ടും ബാക്കിയുള്ളത് ലെറ്റ് ഔട്ട് ചെയ്യുകയുമാണെങ്കിൽ അത് 2 യൂണിറ്റ് ആയിട്ട് കണക്കാക്കും. സെൽഫ് ഓക്യുപ്പൈഡ് യൂണിറ്റ്, അതേപോലെ തന്നെ ലെറ്റ് ഔട്ട് യൂണിറ്റ്. സെൽഫ് ഓക്യുപ്പൈഡ് യൂണിറ്റിൻ്റെ ആനുവൽ വാല്യൂ അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ നില്ലായിട്ട് കണക്കാക്കുന്നതാണ്. ബാക്കിയുള്ള ലെറ്റ് ഔട്ടിൻ്റെ പ്രത്യേകമായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. നമുക്ക് ആ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെ ആനുവൽ വാല്യൂ നില്ലാണെന്ന് പറഞ്ഞില്ല. ഒന്നുകൂടെ ഞാൻ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത് നോക്കൂ. ഗ്രോസ് ആനുവൽ വാല്യൂ നിൽ, ലെസ് മുനിസിപ്പൽ ടാക്സ് നിൽ, നെറ്റ് ആനുവൽ വാല്യൂ നിൽ. ഇതാണ് പ്രൊസീജിയർ. അല്ലാതെ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിട്ടെടുത്ത് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് ഡിഡക്റ്റ് ചെയ്ത് നെറ്റ് ആനുവൽ വാല്യൂ മൈനസ് ഫിഗറിലേക്ക് കൊണ്ടുവരരുത്. റെസിഡൻഷ്യൽ പർപ്പസിന് അല്ലെങ്കിൽ
സെൽഫ് ഒക്യുപ്പേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വീട്ടിൻ്റെ നെറ്റ് ആനുവൽ വാല്യൂ 0 ആയിട്ട് എടുക്കണമെന്ന് ഓർക്കുക. നമുക്കതുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ്. ഹാഫ് ഓഫ് ദി ഹൗസ് ഈസ് സെൽഫ് ഒക്യുപ്പൈഡ്. Half of the house is let out for rupees 10,000 per month. Municipal value of the house is 2 lakh. Municipal tax paid at the rate of 20%. ഇവിടെ ഒരു ഹൗസിൻ്റെ പകുതി ഭാഗം സെൽഫ് ഒക്യുപ്പേഷനും പകുതി ലെറ്റ് ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു സെൽഫ് ഒക്യുപ്പൈഡ് പാർട്ടും ലെറ്റ് ഔട്ട് പാർട്ടും. ഒരു ഹൗസ് സെൽഫ് ഒക്യുപ്പേഷനും ലെറ്റ് ഔട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 യൂണിറ്റ് ആയി കണക്കാക്കി പ്രത്യേക സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ സെൽഫ് ഒക്യുപ്പേഷൻ്റെ ആ പോർഷൻ്റെ നെറ്റ് ആനുവൽ വാല്യൂ നില്ലായിട്ട് എടുക്കണം, 0 ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ, ലെറ്റ് ഔട്ട് പാർട്ടിൻ്റെ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് ആണ് ഇവിടെ മുനിസിപ്പൽ വാല്യൂ ഓഫ് ദി ഹൗസ് ഈസ് 2 lakh. മറ്റ് റെൻ്റൽ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് ഇത് മാത്രം വെച്ച് മുനിസിപ്പൽ വാല്യൂ MRV, മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ മാത്രം വെച്ച് നമ്മൾ അതിൻ്റെ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ അല്ലെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എല്ലാം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ പാർട്ട് ഓഫ് ദി ഹൗസ് ഈസ് ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദി ഹൗസ് ഈസ് ലെറ്റ് ഔട്ട്, 50% ആണ് ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ അതിൻ്റെ മുനിസിപ്പൽ വാല്യൂ എത്ര എടുക്കേണ്ടത്? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് മൊത്തം ഹൗസിൻ്റെ മുനിസിപ്പൽ വാല്യുവേഷൻ്റെ 50% ആണ് എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. 1 lakh ആണ് ലെറ്റ് ഔട്ട് പ്രൊപ്പോർഷൻ്റെ, ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ മുനിസിപ്പൽ വാല്യുവേഷൻ. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ആയിട്ട് എടുക്കുക. കാരണം ഇവിടെ മറ്റ് റെൻ്റൽ വാല്യൂസ് ഒന്നും തന്നെ തന്നിട്ടില്ല. ഫെയർ റെൻ്റൽ വാല്യൂ ഇല്ല, സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ ഇല്ല, ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ഓഫ് ദി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഈസ് 1 lakh. ഓക്കെ, ആൻഡ് ആക്ച്വൽ റെൻ്റ് റിസീവ്ഡ് ഈസ് 10,000 പെർ മന്ത് ആണ്. ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 1,20,000 വരും. ഓക്കെ, അപ്പോൾ നോക്കൂ, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ 50%, 2 lakhൻ്റെ പകുതി 1 lakh. ആക്ച്വൽ റെൻറ്റ് 10,000 ഇൻറ്റു 12, 1,20,000. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഏതെടുക്കേണ്ടത്? വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ 1,20,000. ഇതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമുക്ക് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യാലോ. മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യാം. മുനിസിപ്പൽ ടാക്സ് എത്രയാണ് വരുന്നത്? മുനിസിപ്പൽ ടാക്സ് വരുന്നത് 20% ആണ്. മുനിസിപ്പൽ വാല്യുവേഷൻ്റെ 20% ആണ്. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 40,000 വരും. പക്ഷേ പകുതി മാത്രമേ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലെറ്റ് ഔട്ട് ചെയ്യുന്ന പോർഷനുമായി ബന്ധപ്പെട്ട് വരുന്ന മുനിസിപ്പൽ ടാക്സ് 20,000 വരും. 20,000 ലെസ് ചെയ്താൽ 1 lakh വരും. അപ്പോൾ ലെറ്റ് ഔട്ട് പോർഷൻ്റെ നെറ്റ് ആനുവൽ വാല്യൂ 1 lakh വരുന്നു. നെറ്റ് ആനുവൽ വാല്യൂ സെൽഫ് ഒക്യുപ്പൈഡ് പോർഷൻ നില്ലാണ്. അങ്ങനെ ആനുവൽ വാല്യൂ ഓഫ് ദി നെറ്റ് ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി 1 lakh വരുന്നു. നിൽ പ്ലസ് 1 lakh, 1 lakh. ഓക്കെ, യെസ്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ആനുവൽ വാല്യൂ. 2/3 പോർഷൻ ഓഫ് ദി ഹൗസ് ഈസ് സെൽഫ് ഒക്യുപ്പൈഡ്. 1/3 പോർഷൻ ഈസ് ലെറ്റ് ഔട്ട് ഫോർ rupees 10,000. ഫോർ rupees 10,000 എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വാടക മന്ത്ലിയാണ്. അതുകൊണ്ട് ഓർക്ക് അവിടെ rupees 10,000 പെർ മന്ത് ആണ്. മന്ത്ലിയാണ് സാധാരണ വാടക സ്വീകരിക്കുക. ഒരാൾക്കൊരു പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര രൂപ വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ മന്ത്ലി റെൻ്റാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം. ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ദി ലെറ്റ് ഔട്ട് പോർഷൻ റിമൈൻഡ് വാക്കൻറ്റ് ഫോർ 3 months. പ്രീവിയസ് ഇയറിൽ 3 മാസം വേക്കൻ്റ് ആയിട്ട് കിടന്നു, ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദി ടെനന്റ് ഡിഡ് നോട്ട് പേ ദി റെൻറ്റ് ഫോർ 1 month and condition for recovering unrealized rent was not taken by the landlord. അപ്പോൾ 3 മാസം വേക്കൻ്റ് ആയിരുന്നു, 1 മാസം ടെനൻ്റ് റെൻറ്റ് കൊടുത്തിട്ടുമില്ല. പക്ഷേ റെൻറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലീഗൽ ആക്ഷൻസ് ഒന്നും തന്നെ ആരെടുത്തിട്ടില്ല? ലാൻഡ് എടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ റൂൾ 4ലുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റിയലൈസ്ഡ് റെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിഡക്ഷൻ ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. മുനിസിപ്പൽ വാല്യൂ ഓഫ് rupees 2,40,000. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 72,000. ഓക്കെ, ഇതിൻ്റെ
ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2/3 പോർഷൻ സെൽഫ് ഒക്യുപ്പൈഡ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ സെൽഫ് ഒക്യുപ്പൈഡ് പോർഷൻ്റെ ആനുവൽ വാല്യൂ നില്ലാണ്. നോക്കാം. നെറ്റ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ് പോർഷൻ ഓഫ് ദി ഹൗസ് നില്ലാണ്. ഇനി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1/3 പോർഷൻ ആണ് ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. 1/3 പോർഷൻ ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് 10,000 പെർ മന്ത് ആണ്. ഓക്കെ, അതിന് തന്നിട്ടുള്ളത് മുനിസിപ്പൽ വാല്യുവേഷൻ ആണ്. 2,40,000 തന്നിട്ടുള്ളത്. ഈ 2,40,000 മറ്റ് റെൻ്റൽ വാല്യൂസ് ഒന്നും തന്നെ തന്നിട്ടില്ല. അതുകൊണ്ട് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ കാണാൻ വേണ്ടി നമുക്കിത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ മുനിസിപ്പൽ വാല്യൂ 2,40,000 ആണ്. നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യുന്നത് 1/3 പോർഷൻ മാത്രമാണ്. അപ്പോൾ 2,40,000യുടെ 1/3 ആണ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെ ലെറ്റ് ഔട്ട് പോർഷനുമായി ബന്ധപ്പെട്ടുള്ള മുനിസിപ്പൽ വാല്യുവേഷൻ വരിക. ഓക്കെ, ഇതിൻ്റെ 1/3 എടുത്തു കഴിഞ്ഞാൽ 80,000 ആണ് വരിക. അപ്പോൾ 80,000 ആണ് ലെറ്റ് ഔട്ട് പോർഷൻ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. അതിൻ്റെ എന്ത് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ 2,40,000 into 1/3 80,000 ആണ് വരുന്നത്. ഓക്കെ, ഇനി നോക്കൂ, നമുക്കിവിടെ ആക്ച്വൽ റെൻ്റ് എത്രയാണ്? 10,000 പെർ മന്ത് ആണ്. അപ്പോൾ അതിൽ 3 മാസം വേക്കൻ്റ് ആണ് എന്ന് പറയുന്നു. വേക്കൻ്റ് ആയിട്ട് കിടന്നാലുള്ള റൂള് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താ? ഹോൾ ഇയറിൽ വേക്കൻ്റ് ആണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ്. ഇവിടെ ഹോൾ ഇയറിൽ വേക്കൻ്റ് അല്ല, 3 മന്ത്സിൽ മാത്രമാണ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണമല്ലോ. എന്നിട്ട് ഇഫ് ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഫോർ ലെറ്റ് ഔട്ട് പീരീഡ് ഈസ് മോർ ദാൻ ദി എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ, this actual rent received will be the gross annual value എന്നാണ് നമ്മൾ പഠിച്ചത്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ലെറ്റ് ഔട്ട് പീരീഡ് എന്ന് പറയുന്നത് 3 months പീരീഡ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ഔട്ട് പീരീഡ് സ്വാഭാവികമായിട്ടും 9 months ആണ് വരിക. ശരിയല്ലേ? 9 months ആണ് ലെറ്റ് ഔട്ട് പീരീഡ് വരുന്നത്. അപ്പോൾ 9 months into 10,000 എന്ന് പറഞ്ഞാൽ 90,000 ആണ് വരിക. 90,000 എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂവിനേക്കാളും കൂടുതലാണല്ലോ. 90,000 ആണ്. എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ 80,000 ആണ്. അപ്പോൾ ഹിയർ ദി ആക്ച്വൽ റെൻ്റ് റിസീവ്ഡ് ബൈ ദി ലാൻഡ് ലോഡ് ഫോർ ദി ലെറ്റ് ഔട്ട് പീരീഡ് ഈസ് മോർ ദാൻ ദി എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. അങ്ങനെ ആവുന്ന സമയത്ത് ആക്ച്വൽ റെൻ്റ് തന്നെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഈ എമൗണ്ട് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുക. 70,000 ആണെന്ന് വിചാരിക്കുക. 70,000 ആകാനുള്ള കാരണം എന്താണ്? വേക്കൻസി കൊണ്ട് തന്നെയാണ് 70,000 ആയി വളരെ കുറഞ്ഞു പോയതെന്ന് വിചാരിക്കുക. അങ്ങനെ ആവുന്ന സമയത്തും ഈ 70,000 നമ്മൾ എന്തെടുക്കേണ്ടത്? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. പക്ഷേ ഈ 70,000 ആകുന്നത് വേക്കൻസി എന്ന കാരണത്താൽ, വേക്കൻ്റായി കിടന്നു എന്ന കാരണത്താൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 70,000 നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുക. ഓക്കെ, അല്ലാതെ എല്ലായ്പ്പോഴും ഈ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂവും ആക്ച്വൽ റെൻറ്റും കമ്പയർ ചെയ്യുകയല്ല. ആ വേക്കൻസി എന്ന കാരണത്താൽ ആയിരിക്കണം. കുറഞ്ഞ വാല്യൂ എടുക്കുന്നുണ്ടെങ്കിൽ, ആക്ച്വൽ റെൻറ്റ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആ കുറഞ്ഞത് എടുക്കുമ്പോൾ ആ കുറയാനുള്ള കാരണം എന്തായിരിക്കണം? വേക്കൻ്റ് ആയി കിടന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കുറഞ്ഞ ആക്ച്വൽ റെൻ്റ് ആയിരിക്കും നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുക. ഓക്കെ, ഇവിടെ അതില്ല. ഇവിടെ ആക്ച്വൽ റെൻ്റാണ് കൂടുതലുള്ളത്. അപ്പോൾ ആക്ച്വൽ റെൻ്റ് തന്നെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ എടുക്കുന്നത്. മുനിസിപ്പൽ ടാക്സസ് ലെസ് ചെയ്യാണ്. മുനിസിപ്പൽ ടാക്സുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞിരുന്നത്? മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 72,000 ആണ്. അപ്പോൾ 72,000 ഹൗസ് പ്രോപ്പർട്ടിയുടെ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തതാണ്. നമ്മൾ ലെറ്റ് ഔട്ട് പോർഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 1/3 മാത്രമേ വരൂ. 72,000ൻ്റെ 1/3 24,000. അങ്ങനെ അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് ഔട്ട് പോർഷൻ്റെ നെറ്റ് ആനുവൽ വാല്യൂ 66,000. അതുപോലെ തന്നെ സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ നെറ്റ് ആനുവൽ വാല്യൂ നിൽ, ടോട്ടൽ 66,000. ഓക്കെ, ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അൺറിയലൈസ്ഡ് റെൻറ്റുമായി ബന്ധപ്പെട്ട് റൂൾ 4ലുള്ള കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നോ ഡിഡക്ഷൻ വിൽ ബി അലൗഡ് ഇൻ റെസ്പെക്ട് ഓഫ് അൺറിയലൈസ്ഡ് റെൻറ്റ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് മറ്റൊരു സിറ്റുവേഷൻ, അടുത്ത കേസിലേക്ക് പോവുകയാണ്. ആനുവൽ വാല്യൂ ഓഫ്
house deemed to be let out. വാടകയ്ക്ക് കൊടുത്തിട്ടില്ല, എന്നാൽ വാടകയ്ക്ക് കൊടുത്തതായിട്ട് കണക്കാക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, if an assessee has more than 2 houses as self-occupied, 2 houses are considered as self-occupied and all other houses will be assessed as deemed to be let out even if the house has not been actually occupied. ഒരു അസസിക്ക് 2ൽ കൂടുതൽ വീടുകളുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് കരുതുക. അതിൽ അസസിയുടെ ഇഷ്ടപ്രകാരം 2 ഹൗസ് സെൽഫ് ഒക്യുപ്പേഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കണക്കാക്കാവുന്നതും, അതിൽ കൂടുതൽ ബാക്കിയുള്ള 2ൽ കൂടുതലായിട്ട് വീടുകളെല്ലാം വാടകയ്ക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ കൂടെ വാടകയ്ക്ക് കൊടുത്തതായി കണക്കാക്കപ്പെടും. എന്നിട്ട് അതിൻ്റെ ആനുവൽ വാല്യൂ ആ രീതിയിൽ കണക്കാക്കിക്കൊണ്ട് ആനുവൽ വാല്യൂ കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആനുവൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒന്നുമില്ല, വെരി സിമ്പിൾ. നോക്കൂ, ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഓഫ് ഹൗസസ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ലെറ്റ് ഔട്ട് ഹൗസസ്. ലെറ്റ് ഔട്ട് ഹൗസിൻ്റെ ആനുവൽ വാല്യൂ കമ്പ്യൂട്ടേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹാഫ് ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി ഈസ് സെൽഫ് ഒക്യുപ്പൈഡ് ആൻഡ് ഹാഫ് ഈസ് ലെറ്റ് ഔട്ട് എന്ന രണ്ടും കൂടെ വരുന്നതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ അതേ പ്രൊസീജിയർ തന്നെയാണ് ഏതിനും വരുന്നത്, ഡീംഡ് ടു ബി ലെറ്റ് ഔട്ടിൻ്റെ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാനും വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രൊസീജിയർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. മിസ്റ്റർ എക്സ് ഈസ് ദി ഓണർ ഓഫ് 3 houses which he used for residential purposes. Compute annual value of the house property for the assessment year 2020-21 from the following information. Fair rental value. First house 2,40,000. Second house rupees 24,000. Third house rupees 1,20,000. Municipal tax paid at the rate of 10% of the fair rental value. Mr. X specifies the first and third house for exemption as used for self-occupied. അപ്പോൾ 3 ഹൗസാണ് എക്സ് എന്ന അസസിക്ക് ഉള്ളത്. 3 ഹൗസ് ഉണ്ടാവുന്ന സമയത്ത് അസസിയുടെ ഇഷ്ടപ്രകാരം ഏതെങ്കിലും 2 ഹൗസ് പ്രോപ്പർട്ടി എന്തു ചെയ്യാം, സെൽഫ് ഒക്യുപ്പേഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കരുതി അതിൻ്റെ ബെനിഫിറ്റ് ഉപയോഗപ്പെടുത്താം. എന്ന് പറഞ്ഞാൽ ആനുവൽ വാല്യൂ നില്ലായിട്ട് എടുക്കാം. അപ്പോൾ മൂന്നാമതായിട്ടുള്ള ഒരു ഹൗസ് അയാൾ സെൽഫ് ഒക്യുപ്പേഷന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ അത് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. വാടകയ്ക്ക് കൊടുത്തതായിട്ട് കണക്കാക്കപ്പെടും. എന്നിട്ട് വേണം അതിൻ്റെ വാല്യുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഹൗസും തേർഡ് ഹൗസാണ് സെൽഫ് ഒക്യുപ്പേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അസസി. അത് വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ. ഫസ്റ്റ് ആൻഡ് തേർഡ് ഹൗസസ് ഫോർ എക്സംഷൻ ആസ് യൂസ്ഡ് ഫോർ സെൽഫ് ഒക്യുപ്പൈഡ്. കൂടിയ വാല്യൂ ഉള്ള ഹൗസാണ് സാധാരണ സെൽഫ് ഒക്യുപ്പേഷന് വേണ്ടി ഉപയോഗിക്കുക, എന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. അത് രണ്ടും കൂടിയ വാല്യൂ ഉള്ള ഹൗസ് സെൽഫ് ഒക്യുപ്പേഷന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആനുവൽ വാല്യൂ 0 ആകും. അത് തന്നെയാണ് ഇവിടെ എക്സും ചെയ്തിരിക്കുന്നത്. ഈ ഫസ്റ്റും തേർഡും ആനുവൽ സെൽഫ് ഒക്യുപ്പേഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ഹൗസ് 24,000 rupees ഫെയർ റെൻ്റൽ വാല്യൂ ഉള്ള രണ്ടാമത്തെ ഹൗസ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആണ്. അപ്പോൾ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ടിൻ്റെ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. അത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആനുവൽ വാല്യൂ ഓഫ് ഫസ്റ്റ് ഹൗസ് എന്താണ്? നില്ലാണ്. ആനുവൽ വാല്യൂ ഓഫ് തേർഡ് ഹൗസ് നില്ലാണ്. സെക്കൻഡ് ഹൗസിൻ്റെ ആനുവൽ വാല്യൂ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ആ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണ്? അതിൻ്റെ ഫെയർ റെൻ്റൽ വാല്യൂ 24,000 ആണെന്നറിയാം. ഓക്കെ, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 10% ഓഫ് ഫെയർ റെൻ്റൽ വാല്യൂ ആണ് എന്നും അറിയാം. ഓക്കെ, നോക്കൂ, നെറ്റ് ആനുവൽ വാല്യൂ ഓഫ് ഫസ്റ്റ് ഹൗസ് സെൽഫ് ഒക്യുപ്പൈഡ് നിൽ, നെറ്റ് ആനുവൽ വാല്യൂ ഓഫ് തേർഡ് ഹൗസ് സെൽഫ് ഒക്യുപ്പൈഡ് നിൽ, നെറ്റ് ആനുവൽ വാല്യൂ ഓഫ് സെക്കൻഡ് ഹൗസ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ 24,000 ആണ്. ഇവിടെ തന്നിട്ടുള്ള ഫെയർ റെൻ്റൽ വാല്യൂ ആണ്. ആ ഫെയർ റെൻ്റൽ വാല്യൂ മറ്റ് റെൻ്റൽ വാല്യൂ ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ആ 24,000
നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ആയിട്ട് എടുക്കുന്നു. ആ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ തന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുന്നു. മുനിസിപ്പൽ ടാക്സ് 10% ആണ്. 2400 ലെസ് ചെയ്യുന്നു. 21,600 ആനുവൽ വാല്യൂ ഓഫ് ഓൾ ദി ഹൗസസ്. ഫസ്റ്റ് ഹൗസ് നില്ല്, തേർഡ് ഹൗസ് നില്ല്, സെക്കൻഡ് ഹൗസ് 21,600. ഓക്കെ, യെസ്. ബാക്കിയുള്ള ക്ലാസ്സുകൾ പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.